സൂപ്പർ സൂപ്പർ Thank you, sir. വെരി ഗുഡ് വെരി ഗുഡ്. ബ്യൂട്ടിഫുൾ ഫീൽ, ഗുഡ് വോയിസ്, പറയാനില്ല. നീഹാരക്കുട്ടി എന്താ സർ? താങ്ക് യു സർ. കേട്ടു, അതായത് ശബ്ദം ഇങ്ങനെ നിൽക്കുന്നു. അതെ, നമ്മുടെ ചെവിയിൽ ഇപ്പോഴും മോള് പാടിയത് ആ ഫീൽ, ആ ശബ്ദത്തിന്റെ ടോണ് ഇതെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. താങ്ക് യു. എൻ്റെ ചെവിയിൽ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഒരു ദിവസം നിൽക്കും മോളെ ശബ്ദം. കാരണം അത് അത്രത്തോളം മനോഹരമായിരുന്നു, അത്രത്തോളം എന്താണ് ഡൈനാമിക്സ്, കോൺട്രിബ്യൂഷൻ, അതെല്ലാം കൂടെ ചേർന്ന് അതിമനോഹരമായിട്ട് സംഗതികളുടെ പെർഫെക്ഷൻ എല്ലാം ദി ബെസ്റ്റ്. Thank you, sir. ഒരു സ്ഥലത്ത് മാത്രം താമസിക്കാൻ തീർത്ത് ഞാൻ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന്, അത് കുഴപ്പമില്ല, അത് കാരണം വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം വന്നപ്പോൾ അതിന് അതിമനോഹരമായിട്ട് പാടി കവർ ചെയ്ത് പോയി. അത് ശ്രുതിയുടെ ഒരു സ്ലൈറ്റാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ, അല്ല വലിയൊരു ആന കാര്യമില്ല. പക്ഷെ ടോട്ടലി നോക്കുമ്പോഴത്തേക്ക് ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. അതായത് എനിക്ക് എടുത്ത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, മോക്ക് പിന്നെ ശബ്ദത്തിലുണ്ടാകുന്ന ആ ഫീൽ, അപ്പൊ ഒരു പാട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മോക്ക് പാടാൻ പറ്റും എന്നുള്ളൊരു കാര്യം എനിക്ക് വളരെ കൃത്യമായിട്ട് എൻ്റെ ഔട്ട് ഓഫ് മൈ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലാക്കി. ഇപ്പോൾ എപ്പോഴും നമ്മൾ ഒരു പാട്ട് കേട്ടിട്ട് അതുപോലെ പാടുകയല്ലേ. ഇപ്പൊ ഈ പാട്ട് ആരാണ് പാടിയത്? ദാസേട്ടനും ഒരു സിന്ധു ദേവി എന്നൊരു ലേഡിയും കൂടാണ് പാടിയത്. ഇപ്പൊ മോക്ക് വേറൊരു പാട്ട് ജോൺസേട്ടൻ പറഞ്ഞു തന്നാൽ, അല്ലെ വേറൊരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തന്നാൽ, അത് മോക്ക് പാടാനുള്ള കഴിവുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതൊരു വലിയ കാര്യമാണ്. കാരണം ഇപ്പൊ ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാൾ പാടി വെച്ചാൽ മാത്രമേ ആ പാട്ട് കേട്ട് പാടാൻ പറ്റത്തുള്ളൂ. അങ്ങനല്ല. ഇപ്പൊ രവീന്ദ്രൻ മാഷ് എത്രയോ പാട്ടുകൾ ദാസേട്ടന് പറഞ്ഞു കൊടുക്കുന്നു. ഈ ദാസേട്ടൻ പാടിയ മുഴുവൻ സംഗതികൾ രവീന്ദ്രൻ മാഷ് പാടിയിട്ടാണോ? അല്ല. പക്ഷെ രവീന്ദ്രൻ മാഷക്ക് അറിയാം അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ, രാഗത്തിന്റെ അവിടെ നിർത്തിയിട്ട് പിന്നെ അതിന്റെ ഒരു ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ദാസേട്ടൻ അതിമനോഹരമായിട്ട് അതിനെ പാടും. അതുകൊണ്ടാണ് ദാസേട്ടനെ വിളിച്ച് പാടിക്കുന്നത്. അല്ലാതെ രവീന്ദ്രൻ മാഷ് മറ്റൊന്നും കൊണ്ടുമല്ല. ഹി ഗെറ്റ്സ് ദ വെരി ഗുഡ് ഔട്ട്പുട്ട് ഫ്രം ഹിം എന്ന് പറഞ്ഞ പോലെ മോക്ക് നല്ലൊരു മ്യൂസിക് ഡയറക്ടർ വന്നിട്ട് മോക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ മോക്ക് പാടാനുള്ള കഴിവ് ഉണ്ട് എന്ന് മാത്രം ഞാൻ തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഐ ലവ് യു. നീഹാര, നീ ആരാ? ആരാണ് നീ? യു ആർ എ പ്രൊഫഷണൽ സിംഗർ. ഓക്കെ, ഐ ആം എ പ്രൊഫഷണൽ സിംഗർ, ഐ ആം എ പ്ലേബാക്ക് സിംഗർ എന്ന് പറയൂ. I am a professional singer and playback പ്രൊഫസറോ? singer. പേടിച്ചിട്ട് വരും. ഐ ആം എ പ്രൊഫഷണൽ, ഐ ആം എ പ്രൊഫഷണൽ സിംഗർ. I am a professional singer ഐ ആം എ പ്ലേബാക്ക് സിംഗർ. and a playback singer. അങ്ങനെ ആയി തീരട്ടെ. ഒരു ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേബാക്ക് സിംഗർ ആയി മാറും. ഓക്കെ, Thank you, sir. കാരണം ആ ക്വാളിറ്റി ഉണ്ട്. ഒരു എനിക്ക് നാച്ചുറൽ ആയിട്ടൊരു ഫീൽ ഉണ്ട് മോളുടെ പാട്ടില്. ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. അപ്പൊ അതാണ് ഒരു മെയിൻ, ആ നല്ലൊരു ശബ്ദം ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ആ ഫീലും കൂടി കൊടുത്ത് പാടുന്നു. പെർഫെക്ഷൻ എല്ലാം കൂടി ഒത്തുചേർന്ന് വന്നപ്പോ ഇന്നത്തെ ഈ പാടിയ പാട്ട് അതിഗംഭീരം. Thank you, sir. കേട്ടാ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. Thank you, ഇതുപോലെ sir. തന്നെ മുമ്പോട്ട് പോകൂ. ഓക്കെ, എന്തോ ഭയങ്കര സന്തോഷം മോളെ. കാരണം നിനക്ക് പറ്റിയ ഒരു പാട്ട് ആരാണോ ഗ്രൂമേഴ്സിൽ ഇത് ഏൽപ്പിച്ചു തന്നതോ അവരായിരിക്കും ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത്. കാരണം നല്ല ബെസ്റ്റ് ഗ്രൂമേഴ്സ് ആണ് കാരണം അവർക്ക് ഇന്നയാൾക്ക് ഇന്ന പാട്ട് ചേരും, ഇന്നയാൾക്ക്. ഞാനിവിടെ ഒരു ഡിവൈൻ ഫീലാ പല സ്ഥലത്തും നമുക്ക് തോന്നിയേക്കുന്നത്. ഇതെല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തോ അല്ലെങ്കിൽ ഒരു ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ കിട്ടുന്ന സാധനം നാച്ചുറൽ ആയിട്ട് നമുക്ക് ബൈ ബർത്തിൽ കിട്ടുന്ന പല സംഭവങ്ങളും മോളും അത് ഉൾക്കൊണ്ട് ആസ്വദിച്ച്. അതെ, എവിടെ നിൻ പല്ലവി, എവിടെ നിന്നോപുരം ഒന്നു ചേരാൻ മാറോടു ചേർക്കാൻ എന്തൊരുന്മാദം. എന്ത് രസമായി, എന്ത് രോമാഞ്ചോ. ഒന്നുമില്ലല്ലോ. രോമമില്ലാത്തവർക്കും വരികയല്ലേ, രോമമുള്ളവർക്ക് മാത്രമല്ലേ ഇത് നെറ്റ് വരുന്നത്. അങ്ങനെയുണ്ടല്ലേ? എടാ വടമുല്ലേ, നീ ഒരിക്കലും വാടരുത്. വടമുല്ലയോ? വടയക്ഷീന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറ, വാടാമുല്ലെന്ന് പറ. ശരി, ഓക്കെ. കറക്റ്റ് ഗുളിക എടുത്തിട്ടില്ല ഞാനല്ല, ഓൾ ദി ബെസ്റ്റ്. Thank you. Thank you, ചേച്ചി. അവിടെ നിന്ന് എഴുന്നേറ്റോ.
ഇവിടെ ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നാ. അങ്ങനല്ലല്ലോ. ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അങ്ങനല്ലല്ലോ. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും ഗോൾഡ് കോയിൻ. അതെ അതെ സ്വർണ്ണപ്പതക്കം. സ്വർണ്ണപ്പതക്കം. നന്നായിട്ട് പാടി മോളെ. മോനെ അത് എന്ത് തരുന്നു എന്നുള്ളല്ലേ ഒരാളാണ്, അതെ, അതെ, നിസ്സാര ആളല്ലല്ലോ അവിടെ വന്ന് വന്ന് തരുന്നത്. തരുന്നു എന്നുള്ളത് നല്ലതാണ്. ഒരു അനുഗ്രഹം കിട്ടുക. ചിലപ്പം പറയാൻ പറ്റത്തില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഡിബേറ്റ് പാടിയെന്നിരിക്കും. പറയാൻ പറ്റത്തില്ല. അതൊരു ഓഫറാണ്. അതെ. ആ മോള് നന്നായിട്ട് പാടി, അസലായിട്ട് പാടി കേട്ടോ. Thank you, വെരി sir. ഗുഡ്, ഗോഡ് ബ്ലസ് യു. സോ മക്കളെ, ഒന്നും പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ 3 പേരും പറഞ്ഞ കമന്റ് നിന്ന് തന്നെ മാർക്ക് എല്ലാവർക്കും അറിയാം. 150 തരാൻ ആഗ്രഹമുണ്ട്. ഓ പക്ഷെ വി ആർ ഗിവിംഗ് യു 100 out of 100. ആടിയ ഒരു ജോൺ സെറ്റപ്പ് ബുക്കിലേ